ക്രിസ്മസ് ഒക്കെ ആയി. എല്ലാ വർഷത്തെ പോലെ ഈ പ്രാവശ്യവും നമ്മൾ വൈൻ ഇടുകയാണ്. ഈ പ്രാവശ്യം കുറച്ച് ലേറ്റ് ആയി പോയി, ബട്ട് സ്റ്റിൽ നമ്മളിതേ വൈൻ ഇടുന്ന പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിതൊന്നും അറിയില്ല. അപ്പൊ ഹസ്ബൻഡാണ് കംപ്ലീറ്റ് ഹാൻഡ് ഓവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ സഹായത്തിനായിട്ട് കുഞ്ഞോണിയും ഉണ്ട് കേട്ടോ. അപ്പനും മോളും കൂടിയാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. 5 കിലോ മുന്തിരി. 5 കിലോ മുന്തിരി ചൂട് വെള്ളത്തിൽ കഴുകി എന്നിട്ട് ബാക്കി പ്രിപ്പറേഷൻ സീക്രട്ടാണ്. 10 ദിവസം കൊണ്ട് വൈനാകുന്ന സംഭവം സീക്രട്ടാണ്. ഓക്കേ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെയ്യുക? വൈൻ ഇടുക. വൈനാണോ ഇടാൻ പോകുന്നത്? അയ്യോ, ഇതേ ഒന്ന് അറിയാലോ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നൊന്ന് പറഞ്ഞു വെച്ചായ. ഇത് ആക്ച്വലി 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നേരിട്ട് തിളപ്പിച്ചും, മുന്തിരി വെള്ളത്തിട്ട് നേരിട്ട് തിളപ്പിച്ചും, അതല്ല ഇങ്ങനെ നേരിട്ട് തിളപ്പിക്കാതെ കൈ കൊണ്ട് ഉടച്ചും ചെയ്യാം. കണ്ടോ, തിളപ്പിച്ചെടുത്താൽ ഇപ്പം തന്നെ വൈനിൻ്റെ കളർ വന്നുണ്ടോ, നല്ല റെഡ് കളർ. അതാണ് ഈ നേരിട്ട് തിളപ്പിക്കുമ്പോഴുള്ള ഗുണം. അതോ ഇനിയിപ്പോൾ ഇത് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ കളർ വരും. അപ്പൊ വൈനിടാത്തവര് ഇട്ട് നോക്കണം എന്നുള്ളവർക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിലിട്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുക്കുവാണേ. ഞങ്ങളെ കാണാനിട്ട് ഞങ്ങളുടെ ആളിത് അന്വേഷിച്ച് വരുന്നതാണ്. ഓ ഓ ഓ ഓ ഓ. അപ്പൊ ഇതിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഈ ഏലക്ക, പട്ട ഒക്കെ കാണുന്നുണ്ട്. ഗ്രാമ്പു, പിന്നെ പഞ്ചസാര. ഓക്കെ, അപ്പൊ ഇതിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് എന്റെ വീട്ടില് എന്റെ മമ്മി ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ലപോലെ ഉടച്ചെടുക്കുവാണ്. ഓരോ ആൾക്കാരും ഡിഫറെൻറ്റ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യണത്. സോ ഞാൻ മീൻസ് ഇച്ചായൻ ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. സോ ലാസ്റ്റ് ഇയർ ആണെങ്കിലും അതിൻ്റെ മുമ്പത്തെ വർഷമാണെങ്കിലും ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. ഇറ്റ്സ് വെരി ടേസ്റ്റി, പെട്ടെന്ന് കിക്കാവും. ആക്ച്വലി ഇത് ഫുൾ ബ്ലാക്ക് മുന്തിരിയാണ് മേടിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയാണ് മേടിച്ചത്. പക്ഷെ ഇടയ്ക്ക് ഒന്നും ഒറ്റ എന്താ മിക്സ് റെഡ് മുന്തിരി വന്നിട്ടുണ്ട്. അതല്ലാതെങ്കിൽ ഇതിലും നല്ല കളർ കിട്ടിയാണ്. നമ്മൾ വാങ്ങിച്ചതും കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഡിസംബർ ആയപ്പോൾ തന്നെ മുന്തിരിയൊക്കെ വാങ്ങി. ഇതിപ്പോൾ വാങ്ങിച്ചതും കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം എല്ലാ മുന്തിരിയും സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തെന്താ പ്രൊസീജിയർ? ഇനി വായ മൂടി കെട്ടി കുപ്പിയിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് മൂടി കെട്ടി വെച്ച് കുപ്പിയിലാക്കണം.
നമുക്ക് അത് നോക്കാം. 2 ബോട്ടിൽ ഏകദേശം ഒരു 6 ലിറ്റർ വൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റായി വരുമ്പോൾ ഒരു 7 ലിറ്ററോളം വരും. ഇനി ഇത് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു നേരം, നോർമലി ഈ സമയം, അതായത് ഇത് ഇട്ട് വെച്ച സെയിം ടൈമിനാണ് ചെയ്യേണ്ടത്. നമുക്ക് ടൈം അനുസരിച്ച് ഏതെങ്കിലും ദിവസത്തിൽ ഒരു നേരം 7 ദിവസം ഇളക്കി കൊടുക്കണം.